നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അപ്പൊ ഞാൻ മാത്രമാണ് കുഴപ്പം. നിങ്ങളുടെ മരുമകളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അവള് വലിയ ശീലാവതി. മതി, നിർത്ത്. നീ ഇപ്പൊ ചീരൂല്ലെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കുന്നുള്ള നിലപാടെടുത്തിരിക്കുമല്ലേ? അപ്പൊ പിന്നെ അവൾ എവിടെ പോയാ നിനക്കെന്താ? എനിക്ക് അവൾ അടുത്തില്ലെങ്കിൽ ഒരു ചുക്കുമില്ല. പക്ഷെ നിയമപരമായി അവൾ ഇപ്പോഴും എന്റെ ഭാര്യയാ, എന്റെ കൊച്ചുങ്ങളുടെ അമ്മേ. അവക്കിങ്ങനെ കൊച്ചുങ്ങളെയും കൊണ്ട് അലഞ്ഞിരിച്ച് നടന്നാ മതിയേ. അത് എന്റെ അന്തസ്സിനെയും കൂടി ബാധിക്കും. അച്ഛന്റെ ഈ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കും. അല്ല, അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാ നീ പറഞ്ഞു വരുന്നേ? സ്വന്തം വീട്ടിൽ നിന്ന് ചീരു ഇനി എങ്ങും പോകാതിരുന്നാ പോരെ? അതോ ചീരു ഇനി ഇങ്ങോട്ട് തിരിച്ചു വരണോ? ഇപ്പോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എന്തായാലും ഇനി അവളെ അങ്ങോട്ട് എന്ന് വിളിക്കാനൊന്നും പോകുന്നില്ല. ഇപ്പൊ ഒന്നുമില്ലെങ്കിലും മനുഷ്യൻ സ്വൈര്യത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റും. അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അവൾ ഇവിടെ ഇല്ലെങ്കിൽ നമുക്കൊരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. അച്ഛന്റെ എല്ലാ കാര്യങ്ങളും ഇനി ഞാൻ നോക്കിക്കോളാം. ഇപ്പോ ആഹാരം കൃത്യസമയത്ത് കിട്ടുന്നുണ്ടല്ലോ, അതുപോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നിരിക്കും. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുന്നേ. അപ്പൊ ശരി, ഓക്കെ. അയ്യോ, ഇത് തോരനെടുത്ത് വെച്ചോ എന്തോ. വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് മറന്നുപോയിരുന്നു. അപ്പൊ ശരി, കട. ഓ, കുഴപ്പമില്ല, ഇത് ഞാൻ ക്ലീൻ ചെയ്തോളാം. അച്ഛനൊന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നാ മതി, ഞാൻ എടുത്തോളാം. മുഴുവനും താഴെ വീഴായിരുന്നത് ഭാഗ്യം. ഇതൊക്കെ എന്താച്ചാ മെനക്കേടായല്ല. സാറില്ല, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ വിടാൻ അയ്യോ, ഞാൻ ഇപ്പൊ തുടക്കാവേ. ഞാൻ അത് മാറ്റിട്ടോ. ശരി മാഷേ, ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം. ശരി, ഓക്കെ. ആരാ അച്ഛാ? ശരി മാഷെന്ന് പറഞ്ഞു കേട്ടില്ലേ? അപ്പൊ ഉറപ്പായിട്ട് ആനന്ദ മാഷായിരിക്കും. അനന്തം മാഷ തന്നെയാ. അനന്തം മാഷ വിളിച്ചത്. അല്ല, എന്തെങ്കിലും വിശേഷം വല്ലതുണ്ടോ? മാഷ് നമ്മുടെ ദയെല്ലാം കൂട്ടി പഞ്ചരത്നത്തിലേക്ക് പോയി എന്ന് പറയാൻ വിളിച്ചതാ. അതെന്തിനിപ്പോ അങ്ങോട്ട് പോയത്? അതെ, ദയെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം. എല്ലാത്തിനും ടൗണിലാകുമ്പോ സൗകര്യാവൂന്ന് പറഞ്ഞിട്ടല്ലേ രഘുവിന്റെ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് വിളിച്ച് പഞ്ചരത്നത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാ അതെന്തു മര്യാദയാ? ശബരി ഇത് സമ്മതിക്കുന്നു തോന്നില്ല. ദയെ രഘുവിന്റെ വീട്ടിലാണെങ്കി ഇടയ്ക്കിടയ്ക്ക് പോയി കാണാൻ എളുപ്പമുണ്ടെന്ന് പറഞ്ഞ ദയെ കൊണ്ടുപോകാൻ തന്നെ ശബരി സമ്മതിച്ച്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അനന്തം മാഷും മക്കളും കൂടി കുറച്ചു ദിവസം അവരുടെ സ്വന്തം വീട്ടിൽ താമസിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇവിടെ എന്ത് സംഭവിക്കാനാ? ശബരി വന്നല്ലോ. ഇനി അവൻ പറയട്ടെ എന്താ അവന്റെ അഭിപ്രായം. എന്താ പ്രശ്നം? അനന്തമാഷ് ദയെ പഞ്ചരത്നത്തിലേക്ക് കൊണ്ടുപോയെന്ന്. അതാണോ? അത് ഞാൻ അറിഞ്ഞിരുന്നു. നീ അറിഞ്ഞിരുന്നു? പിന്നെ നിനപ്പോ അനന്തമാഷ് ഇവിടേക്ക് വിളിച്ചു പറഞ്ഞേ? അത് ഒഫീഷ്യലായിട്ട് നിങ്ങൾ എല്ലാവരും അറിയിച്ചതാ. ഇപ്പോ പഞ്ചരത്നത്തില. അതല്ലേ അതിന്റെ മാന്യത. അത് കൃത്യമായി ദയയുടെ അച്ഛൻ ചെയ്തു. മാഷ് ചെയ്തതാണ് ശരി. ദയ രഘുവിന്റെ വീട്ടിലാണെന്ന് കരുതി നമ്മൾ ആരെങ്കിലും ദയനെ കാണാൻ അവിടെ ചെന്നാൽ അത് വളരെ മോശമാവില്ലേ? അത് മാത്രല്ല, ദയ ഈ കുടുംബത്തിലെ മരുമകളല്ലേ. അപ്പൊ ദയയെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ വിളിച്ചറിയിക്കേണ്ടതല്ലേ? അത് മാഷ് കൃത്യമായിട്ട് ചെയ്തു.
എന്നാലും അതത്ര ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. ആയിക്കോട്ടെ, നിന്റെ അഭിപ്രായം നിന്റെ കയ്യിൽ തന്നെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു ഗുണവും ദോഷവും ഇല്ലല്ലോ, അല്ലേ? എത്തിയോ? ആ, ഞാൻ വിചാരിച്ചത് നിങ്ങളുടെ മകൻ ഇനി നിങ്ങളെ ഇങ്ങോട്ട് വിടില്ലെന്നാ. ഓ പിന്നെ ഇന്ദ്രനോടുള്ള ദേഷ്യത്തിന് എന്റെ മകൻ എന്നെ ഇങ്ങോട്ട് വിടാതിരുന്നാലും അവന്റെ ഭാര്യ അവളുടെ ആവശ്യം കഴിഞ്ഞാൽ എന്നെ അവിടെ നിർത്തില്ലല്ലോ. ആ അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ അപ്പോ മരുമകളുടെ അസുഖമൊക്കെ മാറിയോ? ആ, ഞാൻ ഇവിടുന്ന് ചെല്ലുമ്പം തന്നെ അവൾ ആശുപത്രിയിൽ നിന്ന് വന്നിരുന്നു. പിന്നെ 2 ദിവസം ഫ്ലാറ്റിലെ ജോലിക്കാരി അവധിയായിരുന്നോണ്ട് ഞാൻ അവിടെ നിന്നേ ഉള്ളൂ. ഓ, അപ്പോ ഭാനുമ്മയ്ക്ക് മരുമകള് ഒരു ജോലിക്കാരുടെ സ്ഥാനേ തന്നിട്ടുള്ളൂ അല്ലേ? അതൊന്നും കുഴപ്പമില്ല സോനമോളെ. അവൾ എങ്ങനെ കരുതിയാലും എന്റെ മകൻ എന്നെ അമ്മയായി കരുതുന്നുണ്ടല്ലോ. അവൻ വിളിച്ചിട്ടാ ഞാൻ പോയത്. ആൺമക്കള് പെങ്കോന്തന്മാരായാലേ അമ്മമാരുടെ കാര്യമാ കഷ്ടം. തുടക്കത്തിലേ നിങ്ങൾ മരുമകളെ നിലയ്ക്ക് നിർത്താത്തതിന്റെ കുഴപ്പമായി ഇതൊക്കെ. സാരമില്ല സുശീലേ, ഞാൻ എന്റെ മകന് കല്യാണം കഴിച്ചു കൊടുത്തതേ അവന് സുഖമായി സ്വന്തമായി ഒരു കുടുംബം ഉണ്ടാക്കാൻ വേണ്ടിയാ. അവര് സുഖമായി ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവം സഹായിച്ച് അവരുടെ കുടുംബം വളരെ സന്തോഷത്തോടു കൂടി തന്നെയാ പോകുന്നത്. എനിക്ക് വേണമെങ്കിൽ അവരുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അവനെ അവളെയും തമ്മിൽ അകറ്റാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്യില്ല. ആ, അതുകൊണ്ട് എന്റെ ഇഷ്ടത്തിന് ഞാനും അവരുടെ ഇഷ്ടത്തിന് അവരും ജീവിച്ചു പോകുന്നു. ഞാൻ മരിച്ചാ കൊള്ളി വയ്ക്കാൻ എന്റെ മകനും അവന്റെ മക്കളും വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് മതി. തൊണ്ടയുടെ ഒടുക്കത്തെ ഒരു പറച്ചില് കേട്ടില്ലേ? ആ, അത് പോട്ടെ. അനുപമയും കൊച്ചും പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ. അല്ല, നീ എപ്പോഴാ സുശീല അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നത്? ഭാനുമ്മേ, വന്നു കയറി ഉടനെ നിങ്ങൾ എന്റെ വായിന്ന് കേൾക്കാൻ നിൽക്കല്ലേ. അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതേ തിരിച്ചു കൊണ്ടുവരാനല്ല. ആ കട്ടിൽ കണ്ട ആരും പനിക്കുകയും വേണ്ട. ആ കട്ടിലിൽ വേറെ ആരെയാലും കിടത്താമെന്ന് നീയും കരുതണ്ട സുശീലേ. ദൈവം കൂട്ടിച്ചേർത്തതിനെ പിരിക്കാൻ ഒരമ്മായിമ്മയ്ക്കും കഴിയില്ല. ഭാനുമ്മ ഒന്നും മിണ്ടാതിരിക്കാവോ? വെറുതെ അമ്മയുടെ BP കൂട്ടാൻ ഓരോന്ന് തുടങ്ങി വെച്ചോളൂ. അതിന് ഞാൻ പറയാൻ പാടില്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ സോനമോളെ. അനുപമയും ഈ വീട്ടിലെ ഒരു അംഗമല്ലേ. അവളെ കുറിച്ച് ചോദിക്കുമ്പോ നിന്റെ അമ്മയ്ക്ക് എന്തിനാ ഇത്ര BP കൂടുന്നേ? അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് സുശീല മരുമകളെ ഇറക്കി വിട്ടെങ്കിലും മനസ്സ് മാറി ഇവൾ അനുപമയെ തിരിച്ചു കൊണ്ടുവരുമെന്ന് തന്നെ എന്റെ വിശ്വാസം. അതായിരിക്കും സുശീലയ്ക്കും നല്ലത്. ഓ ദേ, നല്ലതും ചീത്തയൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഇവിടെ ഒരുത്തനുണ്ട്, എന്റെ 2ാമത്തെ മകൻ. അവന് നിങ്ങൾക്ക് കൈവശം തന്നിരിക്കല്ലേ. നാം എടുത്ത് അവക്ക് വേണ്ടി പറയാൻ 2ന്റെയും വായ് വല്ല സിമെന്റ് വെച്ച് അടയ്ക്കേണ്ടി വരും ഞാൻ. അമ്മ ദേ, അമ്മ ഇങ്ങി വന്നേ. മോളെ കൊണ്ടേ കിടത്തണം. ആ വീരി ഒന്ന് വിരിച്ചതാ. ഇങ്ങനെ ഒരു തള്ള.